പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 73 അധ്യായമാണ് നമ്മുടെ ടെക്സ്റ്റ്. നമുക്കറിയാവുന്നതായ സങ്കീർത്തനമാണ് അല്ലേ? അതുകൊണ്ട് ഞാൻ ഒരുപാട് വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല. സമയത്തിന് മുമ്പ് നമ്മൾ നിർത്തുന്നതായിരിക്കും. 3 അബ്സല്യൂട്ട്സ് ആണ് നമ്മെ ആരാധനയിലേക്ക് നയിക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും അതിനോട് ആഡ് ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. നമ്മുടെ ആരാധനയുടെ why should be based on 3 absolutes in our life. Praise the Lord. ആസാഫ് ഒരു ദിവസം ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റു. എന്നിട്ട് മക്കളോട് പറയാനായിട്ട് ചിന്തിച്ചു, മക്കളെ, ഇന്ന് നമ്മൾ ആരാധനയ്ക്ക് പോകുന്നില്ല. കാരണം നമ്മുടെ തൊട്ട വീട്ടിലെ അങ്കിളിനെ ഒന്ന് നോക്കിക്കേ, പുള്ളിക്ക് നല്ലൊരു കാറുണ്ട്. നമ്മൾ ഇതുപോലെയായിട്ട് ആരാധനയ്ക്ക് പോകുന്നത് ബൈക്കിലും ചെറിയ കാറിലും ഒക്കെയാണ്. പുള്ളി അന്ന് രാവിലെ തനിക്ക് ചുറ്റുമുള്ള വേരിയബിൾസിനെ ഒക്കെ ഒന്ന് നോക്കി. He started comparing around him with the variables available for him to find a reason to worship God. Right? If you read carefully Psalm 73, it is a journey of Asaph from the world of variables to a world of absolutes. Praise the Lord. You can see that slow progression from his understanding about why I should worship, from a state of variables to absolutes. അതൊരു യാത്രയാണ്. അപ്പോൾ വേരിയബിൾസിനെ നോക്കിയപ്പോൾ ആസാഫിന് മനസ്സിലായി, ഇന്ന് എനിക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു അല്ലേ? നമുക്ക് 1-2 വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. അതിൻ്റെ let me start reading from the verse number 1. Truly God is good to Israel. That is a very absolute statement അല്ലേ? അത് വളരെ സനാതനമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. Right? To such as are pure in heart. But as for me, നിങ്ങൾ പദം ശ്രദ്ധിച്ചോ? പക്ഷേ എനിക്ക്, അതിന് മലയാളത്തിൽ എങ്ങനെ? ദൈവം ഇസ്രായേലിന് നല്ലവൻ. ദാറ്റ്സ് എ വെരി അബ്സല്യൂട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ അടുത്ത വാക്യം, എന്നാൽ എൻ്റെ കാലുകൾ, but as for me my feet had almost stumbled. My steps had nearly slipped. Did you notice that word? Nearly slipped. But it didn't happen. Almost stumbled. Why? For I was envious of the boastful. എനിക്ക് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് എന്തു തോന്നി? അസൂയ തോന്നി. ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആസാഫ് എഴുതി വെച്ചിരിക്കുക. നമ്മളാണെങ്കിൽ അത് എഴുതത്തില്ല. റൈറ്റ്? Asaph he is very transparent and saying that, Lord, I don't find any reason today to worship you. Yes. I'm not able to reconcile this. Lord, I've been worshiping you, I've been serving you, and look at me. And he's doing a comparison within the world of variables. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെ കമ്പാരിസനാ ചെയ്തത്? When I saw the prosperity of the wicked, അല്ലേ? prosperity of the wicked കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നി? അസൂയ തോന്നി. For there are no pangs in their death, but their strength is firm. 5-ാം വാക്യം, they are not in trouble as other men, nor are they plagued like other men. 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 7th verse. Yeah. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ 11-ാം വാക്യത്തിൽ പറയുകയാണ്, and they say, how does God know, and is there knowledge in the Most High?
Behold, these are the ungodly who are always at ease. They increase in riches. Then he came to his world. Look at verse number 13. Surely I have cleansed my heart in vain. എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾസിൻ്റെ അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ബേസ്ഡ് ഓൺ മൈ അസസ്മെൻറ്റ് ഇൻ ദ വേൾഡ് ഓഫ് വേരിയബിൾസ്, ഐ കെയിം ടു എ കൺക്ലൂഷൻ ദാറ്റ് മൈ സാൽവേഷൻ ഈസ് ഇൻ വെയിൻ. എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഒക്കെ വെറുതെ ആയിപ്പോയി. ആരാധിക്കാൻ കാരണം അന്വേഷിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണിത്, അല്ലേ? എന്നിട്ട് look at me, for all day long I have been plagued and chased, and every day morning, എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം I wanted to tell my children. അതാണ് ആസാഫ് പറയുന്നത്. ആസാഫ് പറയുകയാണ്, ഇന്ന് നമുക്ക് ആരാധനയ്ക്ക് പോകണ്ട എന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനായിട്ട് തീരുമാനമെടുത്തു. I was almost reached a point to tell them today is not a good day to worship, because I don't find any reason to worship the living God. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? Right? Several times we look for reason why I need to worship, and then we are stuck in the world of variables. And then we'll come to a conclusion, Lord, I'm not coming to worship. I'm not in a mood to worship. അല്ലേ? എനിക്കിന്ന് പ്രാർത്ഥിക്കാൻ ഒരു മൂഡില്ല, എനിക്കിന്ന് ആരാധിക്കാൻ ഒരു മൂഡില്ല. കാരണം എൻ്റെ ജീവിതവുമായിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു വർഷിപ്പ് ഗാഡ്, ബിക്കോസ് ഹിസ് വൈ വാസ് ബേസ്ഡ് ഓൺ വേരിയബിൾസ്. വേരിയബിളിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാമല്ലോ, അല്ലേ? ഇറ്റ് ക്യാൻ ചേഞ്ച് എനി ടൈം. Anytime it can change. ഇങ്ങനെ ഞാൻ വിചാരിച്ചപ്പോൾ, 16ാമത്തെ വാക്യം, when I thought how to understand this, it was too painful for me. എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ഫൈനൽ കൺക്ലൂഷൻ ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നതിനെ തൊട്ടു മുൻപ് ഇതെനിക്ക് ഗ്രഹിപ്പാൻ പ്രയാസമായി തോന്നി. I was not able to reckon, because I knew one important thing which he has stated as an absolute statement in verse number 1. I know that truly God is good to Israel. Oh, praise the Lord. The definition of being good cannot be compared in the world of variables. Praise the Lord. Hallelujah. ദൈവം നല്ലവനാണെന്നുള്ളത് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറുന്നതല്ല. His goodness is absolute. Praise the Lord. ആസാവ് പറയുകയാണ്, let me come back to the world of absolutes. Oh, praise God. സനാതനമായ നിലനിൽക്കുന്ന കാരണങ്ങൾ എനിക്ക് വേണം. എന്തിനെ? ദൈവത്തെ ആരാധിപ്പാൻ. Oh, praise the Lord. That is the culture of worship. Hallelujah. That is the culture of worship of Christians. നമ്മുടെ പിതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കാൻ. നമ്മൾ ഇന്ന് പാടുന്ന പാട്ടുകളൊക്കെ പിതാക്കന്മാർ കോൺസ്റ്റന്റിന്റെ ബേസിൽ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചപ്പോൾ ജന്മം നൽകപ്പെട്ട പാട്ടുകളാണ്. If they would have decided to worship God based on the variables, none of the songs we are singing would have birth. Am I right? അല്ലേ? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ഇന്നാണ് the best day to worship എന്നാണ് പാട്ടുകാരൻ പറഞ്ഞത്. Because എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ മകൻ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ എൻ്റെ മകൻ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മകൻ മരിച്ചു. ഇന്ന് വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ഒരു കാരണവും കാണാതിരിക്കുമ്പോൾ ഒരു ഭക്തന്റെ ഹൃദയത്തിൽ ദൈവം പറയുകയാണ്, still my God is good. Hallelujah. ഇപ്പോഴും എൻ്റെ ദൈവം നല്ലവനാണ്. ഓ, പ്രൈസ് ദി ലോർഡ്.
അവിടെയാണ് ആരാധനയുടെ മഹാത്മ്യം വെളിപ്പെടുന്നത്. അവിടെയാണ് ആരാധനയുടെ ആഴം വെളിപ്പെടുന്നത്. That is where we can see the depth of worship. Paul restated that in a different note. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ nothing can separate me from the love of God. And he listed all the variables. അല്ലേ? എല്ലാ വേരിയബിൾസും ലിസ്റ്റ് ചെയ്തിട്ട് പറയുകയാണ്, none of these variables can separate me from the love of God. കാരണം ദൈവത്തിൻ്റെ സ്നേഹവും ഞാനുമായുള്ള ബന്ധം ഇൻസെപ്പറബിൾ ആണ്. It is based on absolutes. Praise the Lord. But now we are building a culture. I'm really sorry to say this. We are building a culture to lead people to worship based on variables. യേശു ക്രിസ്തുവിനെ അറിയേണ്ടത് വേരിയബിൾസിന്റെ അടിസ്ഥാനത്തിലാണോ? നോ 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 നോ. 5 അപ്പവും 2 മീനും കഴിച്ച ശേഷം ഒരുപാട് പേര് they were in the world of variables, right? ഈ യേശുവിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നല്ല. When he started talking about absolutes, സനാതനമായ സത്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂരിഭാഗം പേര് എന്ത് ചെയ്തു? Because they were not able to understand. Their world was all about food. There is nothing wrong. All those things are the elements for Thanksgiving. I'm not denying that fact. Please don't misunderstand me. But ultimate worship. Praise the Lord. പത്രോസ് പറഞ്ഞു, Lord, we will follow you based on the absolute. നിത്യജീവന്റെ മൊഴികൾ നിന്നിലുള്ളത് കൊണ്ട് എൻ്റെ മരണം വരെ ഞാൻ നിന്നെ ആരാധിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെയാണ് ആസാഫ് സെറ്റിൽ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ലൈഫിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് വേരിയബിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ രാത്രി ഉറങ്ങാൻ നിശ്ചയിക്കുന്നത് ബെഡ് നല്ലതായതുകൊണ്ടാണ്. മേ ബി 1-2 ദിവസം. After that, it is much beyond. അല്ലേ? It is much beyond. It's okay to say thank you for a good bed, but the sleep, the need for sleep is much beyond that. Did you understand that? Praise the Lord. ദൈവത്തോടുള്ള നമ്മുടെ അഭിനിവേശം, അതിൻ്റെ ആഴം വലുതാണ്. It is much deeper than all the peripheral things we are seeing. Praise God. Hallelujah. നിങ്ങൾക്ക് ചികിത്സ ലഭിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡോക്ടർ നന്നായതുകൊണ്ടല്ല നിങ്ങൾക്ക് ചികിത്സ ലഭിക്കേണ്ടത്. മേ ബി ഡോക്ടർ നന്നായതുകൊണ്ട് വേണി നിങ്ങൾ ആ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാതിരിക്കാം. But that is not the ultimate reason, right? No. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ പോലും you will get treatment, because it is not based on something which is peripheral. The why is different. Hallelujah. I remember a story. 2 firefighters were quenching the fire. അപ്പോൾ 2 പേരും ഇങ്ങനെ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളോട് ചോദിച്ചു, എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. The first guy told, I'm just pouring some water. ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. That's right. വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ ആളോട് ചോദിച്ചു, I am saving lives. ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ജീവിതങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? വേരിയബിളും കോൺസ്റ്റന്റും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? ആദ്യത്തെ ആളെന്തോ പറഞ്ഞു? വെള്ളം കോരി. That is right. That's a very true statement. Praise the Lord. പക്ഷെ രണ്ടാമത്തെ ആൾ പറഞ്ഞു, മേ ബി നിങ്ങൾ കാണുന്നത് വെള്ളമൊഴിക്കുന്നതായിരിക്കാം, but why I am doing this? Because I am saving lives. Praise the Lord. Hallelujah. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിനെ praise the Lord, നിത്യതയോളം നിലനിൽക്കുന്ന ചില കാരണങ്ങളുണ്ട്. Praise the Lord. Hallelujah. There are constants in my life, absolutes in my life. When Shadrach, Meshach and Abednego, they had to choose
The why for worshiping God. The why for worshiping God, right? എന്തുകൊണ്ട് ബിംബത്തെ ആരാധിക്കരുത് എന്നുള്ള ഒരു കാരണം വന്നപ്പോൾ, if they would have taken the decision based on the variables, do you think that they will be able to stand firm? No. അല്ലേ? അവരെ പറഞ്ഞ മറുപടി എന്തുവാ? രാജാവേ, ഈ കാണുന്ന തീയും ഇതൊന്നും ഞങ്ങൾക്ക് ഇതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. ഇതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. ഞങ്ങളുടെ തീരുമാനം, it is based on an absolute. Praise the Lord. ഞങ്ങളുടെ തീരുമാനം ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. Oh, praise the Lord. That is moving from the world of variable to the world of constants and absolutes. Asaph. Can we read 17th verse? ഒടുവിൽ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തമെന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കും. ഒരു ദേവദാസൻ ഇതിനെ ഒരു തമാശ രൂപേണ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ആസാഫ് ആദ്യം ഇവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമേ കണ്ടുള്ളൂ. സാങ്ച്വറിയിൽ ചെന്നപ്പോഴാണ് ഫുൾ സൈസ് ഫോട്ടോ കണ്ടതെന്ന് പറയും. റൈറ്റ്? കാലെവിടെയാണെന്ന് ആദ്യം കണ്ടില്ല, ഫേസ് മാത്രമേ ആദ്യം കണ്ടുള്ളൂ, തടിച്ചുരുണ്ടിരിക്കുന്ന കണ്ണുകൾ. പക്ഷെ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ ഒരു ഫുൾ പിക്ചർ. കാലെവിടെയാ? വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. അത് കാണണമെങ്കിൽ you need to journey from the world of variables to the sanctuary. Praise the Lord. My question is, do you have a sanctuary in your personal life? Hallelujah. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സാങ്ച്വറി ഉണ്ടോ? ഞാൻ പറയുന്നത് കോർപ്പറേറ്റ് ഇവിടെ വരുന്ന സാങ്ച്വറിയെ കുറിച്ചല്ല പറയുന്നത്. നമുക്കൊരു സാങ്ച്വറി വേണം. റിക്കൺസിൽ ചെയ്യുവാൻ ഒരു സാങ്ച്വറി വേണം. ദൈവസന്നിധിയിലേക്ക് ഓടിപ്പോകുവാൻ നമുക്കൊരു സാങ്ച്വറി വേണം. We need to have a sanctuary where we'll be able to reconcile with the world of absolutes. അവിടെയാണ് വെളിപ്പാടുകൾ വരുന്നത്. അവിടെയാണ് ദൈവം സനാതനമായ സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നത്. My dear church, let us not worship God based on any variables. കാരണം ഇന്നത്തെ വേരിയബിൾ നാളെ ഇല്ല. You take anything, നാളെ ഇല്ല. So there are three absolutes Asaph is talking. I will quickly go to that and then we'll close here. Number one, the helpless past. Oh, praise the Lord. ദൈവം നമ്മെ കണ്ടുമുട്ടിയ ഒരു ദിവസം, അത് വിശുദ്ധ മന്ദിരത്തിൽ ചെന്നപ്പോൾ ആസാഫിന് മനസ്സിലായി, ലോർഡ്, I have enough reason to worship you. The absolute number one, the salvation. Hallelujah. മനസ്സിലാവുന്നുണ്ടോ? The helpless past. ആരും ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന സമയത്ത്, പ്രൈസ് ദി ലോർഡ്, നമ്മൾ പാടുന്നുണ്ടല്ലോ, ചേറ്റിലല്ലയോ കിടന്നത്. ഓർത്തു നോക്കുമ്പോൾ, when we rewind our memories to the helpless past, it should stuck and reach a point where only God could save us. Oh, praise the Lord. അവിടെയാണ് ആരാധനയുടെ ഒന്നാമത്തെ ആബ്സല്യൂട്ട് വന്ന് നിൽക്കുന്നത്. അത് ഏത് സാഹചര്യത്തിലും മാറുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ള പെരിഫറൽസ് മാറിയാലും, നമ്മുടെ വേരിയബിൾസിന് മാറ്റം വന്നാലും ഈ ഒരു ആബ്സല്യൂട്ടിന് മാറ്റം സംഭവിക്കുവാൻ സാധിക്കുകയില്ല. രക്ഷയുടെ സന്തോഷം, the joy of salvation, nobody can take from us. Praise the Lord. Asaph is redefining the reasons, the why to worship God from variables to absolutes. അതുകൊണ്ടാണ് പൗലോസിനും ശീലാസിനും കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിക്കാൻ സാധിച്ചത്. യെസ്,
കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ ദൈവത്തെ ആരാധിച്ചു. അല്ലേ? If they would have decided to worship God based on the variables, I don't think so we will have a book of Revelation. Are you all with me today morning? അല്ലേ? അവരൊക്കെ കോൺസ്റ്റന്റിന്റെ ബേസിൽ, ആബ്സല്യൂട്ടിന്റെ ബേസിൽ ആരാധിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ഇന്ന് നമ്മൾ പാടുന്ന പാട്ടുകൾ, ഇന്ന് നമ്മൾ വായിക്കുന്ന ലേഖനങ്ങളെല്ലാം ഉരുത്തിരിയുവാൻ കാരണം they decided to stay in the world of absolutes to worship God. But we are developing a culture where we are encouraging people to worship based on variables. Please, please, please. Please. That is very dangerous. കാരണം നാളെ ഒരു വേരിയബിൾ മാറ്റപ്പെട്ടേക്കാം. എന്നാൽ നിന്റെ ആരാധനയ്ക്ക് മുടക്കം വരരുത്. പ്രൈസ് ദി ലോർഡ്. യോബ് പറഞ്ഞു, നീ എന്നെ കൊന്നാലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാത്താൻ വിചാരിച്ചു യോബിന്റെ വേരിയബിൾസിലൊന്ന് തൊട്ടാൽ ഇദ്ദേഹം ആരാധന നിർത്തും. Devil thought that, okay, let me touch the variables, all the variables, right? In a day, in a week. യോബ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു. ദൈവം ഇസ്രായേലിന് നല്ലവൻ. He is still good. The goodness of God is not based on any variables. The goodness of God is an absolute character of God. Oh, praise the Lord. Hallelujah. കർത്താവേ, എൻ്റെ ഹെൽപ്ലെസ് പാസ്റ്റ്. ഓ, പ്രൈസ് ദി ലോർഡ്. നമുക്കങ്ങനെ ഒരു ഹെൽപ്ലെസ് പാസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? ദൈവത്തെ കണ്ട ദിവസം ഓർമ്മയുണ്ടോ? ദൈവത്തെ കണ്ട ദിവസം ഓർമ്മയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ കണ്ട ദിവസം ഓർമ്മയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആ ദിവസത്തിലേക്ക് നമ്മുടെ മെമ്മറി ഒന്ന് റീവൈൻഡ്. Let us not get stuck with the recent past victories in our life. Let us go back to the helpless point. ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിച്ചപ്പോൾ, ചെങ്കടൽ കടന്നപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു. That was their helpless point. മിരിയാം തപ്പെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. കാരണം മുൻപിൽ ചെങ്കടലും പിൻപിൽ ഫറവോന്റെ സൈന്യവും വന്ന്. Sometimes we don't understand the depth of our salvation. നമ്മുടെ രക്ഷയുടെ, അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ. He's trying to magnify the importance of salvation. And based on this, are you able to worship God? Don't find any other reasons. And Asaph is saying that if I would have transferred, if I would have told the next generation the worship is based on variables, ഞാൻ അവരോട് ഒരു കുറ്റകൃത്യം ചെയ്യുമായിരുന്നു. നമ്മൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് വേരിയബിൾസിന്റെ ബേസിലുള്ള ആരാധനയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആബ്സല്യൂട്ട്സിന്റെ ബേസിലുള്ള ആരാധനയായിരിക്കണം. വി ഷുഡ് പാസ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അവർ തളർന്നു പോകരുത്. അവർ ഈ കാണുന്ന വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ തളർന്നു പോകരുത്. They should stand firm. ആസാഫ് പറയുകയാണ്, by mistake if I would have transferred this, it would have been a crime. എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, come, let's go. We have an absolute reason to worship God. Number 2, അറിയാവുന്ന കാര്യങ്ങളായത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. There is another absolute in the present reality. You know what is? The presence of God. ആസാഫിനെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വന്നപ്പോൾ രണ്ടാമത്തെ ആബ്സല്യൂട്ട്സിൻ്റെ ഒരു ദർശനം, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. Praise the Lord. Hallelujah. യഹോവയുടെ വലങ്കൈ നിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുന്നതല്ല. ഹല്ലേലൂയ. യഹോവയുടെ വലങ്കൈ, നീ തീയിൽ കൂടി നടന്നാലും വെള്ളത്തിൽ കൂടി നടന്നാലും, whatever the situation you are going through, let me tell you, the right hand of God is a constant companion of you. ആ ദർശനമാണ് ആസാഫ് പറഞ്ഞു, let me move to the world of absolutes
to find reason why I should worship God. The sustaining grace of God. നമ്മളൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ the reason for our worship is the presence of God. അല്ലേ? നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറി വർഷിപ്പ് ചെയ്യാൻ ആർക്കും പറ്റും. Anybody can do worship. അല്ലേ? But in the pain, in the midst of pain, there is a ministry. Not after the pain. In the pain there is a ministry. In the pain there is a reason for worship. In the pain there is an absolute, the presence of God. ഹല്ലേലൂയ. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാം കൂടാരം മാറ്റിയടിക്കുമ്പോഴും the tent is variable but the cloud is constant. Hallelujah. The tent is variable. ചിലപ്പോൾ വെള്ളമില്ലാത്ത സ്ഥലവും ഒക്കെ വന്നേക്കാം. പക്ഷെ അവർക്ക് വെള്ളമില്ലാത്ത സ്ഥലം വന്നപ്പോഴും അവരുടെ മുകളിൽ മേഘമുണ്ടായിരുന്നു. അവർ താഴോട്ടാണ് നോക്കിയത്. അല്ലേ? ഓ, വെള്ളമില്ല. പിറുപിറുക്കാൻ തുടങ്ങി. മോശ പറഞ്ഞു, look up. Praise the Lord. മേഘമുണ്ട്. It is constant. ഏത് മേഘം? നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി നിങ്ങളോട് കൂടിയിരുന്ന ദൈവ സാന്നിധ്യം തന്നെയാണ് ഇന്നും. The unchanging presence of God. അത് കാരാഗൃഹത്തിലുമുണ്ട്, അർദ്ധരാത്രിയിലുമുണ്ട്. Praise the Lord. In all the situation you are going through, this absolute will not change. Yes. That is the reason for you to worship God. നിങ്ങളുടെ ആരാധനകളുടെ വൈ ഒന്ന് മാറ്റിക്കേ. Praise the Lord. 24/7, 365 days you will find reason to worship God because these three absolutes will never change. Helpless past, the joy of salvation, present reality, the sustaining presence, and number 3, a glorious future. Oh, praise the Lord. ആസാഫ് പറഞ്ഞു നിർത്തി എന്താ അറിയാമോ? പിന്നത്തേതിൽ നീ എന്നെ മഹത്വത്തിലേക്ക് ചേർത്തോളും. Oh, praise the Lord. The glorious hope. An element from the past, an element from the present, an element in the future. All these three things are absolute. When you come for worship, you need to look backward so that you can see the helpless past. You have to look at the present, you can see the sustaining present, and you have to look forward for the future hope. And that is where the worship emerge. Hallelujah. അവിടെയാണ് ആരാധന ഉയരുന്നത്. അവിടെയാണ് സ്തുതികൾ ആരാധനയായി മാറുന്നത്. വേരിയബിൾസിന്റെ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് കാണാത്ത ഒരു ദർശനം കോൺസ്റ്റന്റിന്റെ വേൾഡിലേക്ക് വന്ന ആസാഫിന് കാണുവാൻ സാധിച്ചു. നീ എന്നെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, നീ എന്നെ മഹത്വത്തിലേക്ക് ചേർത്തുകൊള്ളും. Oh, praise the Lord. Hallelujah. നമുക്കുള്ള ഒരു പ്രത്യാശ, ഇതിനേക്കാൾ മഹത്വപൂർണമായ ഒരു കോൺസ്റ്റന്റ് എവിടെ കിട്ടും? Praise the Lord. നമുക്ക് വന്നതായ പ്രയാസങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് വന്നപ്പോൾ അവർ പതറിപ്പോയതിന്റെ കാരണം they didn't have anything to look forward. Oh, praise the Lord. Hallelujah. എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, one after another they were martyred. They were looking forward for a city. And in heaven when we reach, we are going to worship. Oh, praise the Lord. കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവർ, നിലയെങ്കി, ഓ കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകിയവരെ ഞാൻ ആ സിംഹാസനത്തിന് ചുറ്റും കണ്ടു. ഓ, praise the Lord. അവർക്ക് ആരാധിപ്പാനുള്ള കാരണം വേരിയബിൾസ് ഒന്നുമല്ല. കാരണം there is no variables in heaven. That is called the heavenly culture of worship. സ്വർഗത്തിൽ ആരാധിക്കുന്ന കാരണം കൊണ്ട് ഭൂമിയിൽ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവസഭ. Yes.
The heavenly culture of worship has to be replicated in the earth. If you base your why on these three absolutes. It was a journey of Asaph from the world of variables to the world of absolutes. ദൈവം ഇസ്രായേലിനെ നല്ലവനാകുന്നു നിശ്ചയം. നല്ലവനാകുന്നു നിശ്ചയം. നല്ലവനാകുന്നു നിശ്ചയം. Praise the Lord. ഏത് സാഹചര്യങ്ങളിൽ, in all the circumstances, the goodness of God is an absolute character of God which I will experience. The helpless past where I had the joy of salvation. The present reality of sustaining grace. നീ അഗ്നിയിൽ കൂടെ കടന്നാലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ വെള്ളത്തിൽ കൂടെ കടന്നാലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. And the glorious hope we are looking forward. When we look back, when we look at the present and when we look forward, we have these three reasons to worship God. കർത്താവേ, നീ നല്ലവൻ, നീ നല്ലവൻ, നീ നല്ലവൻ.